ജയ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവന്റെ മുന്നിൽ ഇരിക്കുന്നവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവരുടെ ഇരിപ്പ് കാണെ അവനിൽ വല്ലാത്ത വേദന നിറഞ്ഞു വന്നിരുന്നു. നിർവികാരമായിരിക്കുന്ന അവരുടെ അടുത്തിരുന്ന് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. ജയ് പറഞ്ഞ ഓരോ വാക്കുകളും അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു തണുപ്പ് പടർത്തിയിരുന്നു. അവർക്കൊരു ആത്മവിശ്വാസം പകരുന്നതായിരുന്നു അവന്റെ വാക്കുകൾ അവര് നേരിയ ആശ്വാസം പടർന്നിരുന്നു. അവരുടെ വേദന കുറച്ചൊക്കെ ശമിച്ചുകൊണ്ടിരുന്നു. അവൾക്കൊന്നും പറ്റില്ല. പൂർവാധിക ശക്തിയായി അവൾ തിരികെ വരും. വരാതിരിക്കാൻ അവൾക്ക് കഴിയുമോ? രാജന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ജയുടെ ഓരോ വാക്കുകളും അവരെ നേരിയ ആശ്വാസം നിറച്ചിരുന്നു. ഇതിനോടകം തന്നെ അഗ്നിയുടെ കുടുംബക്കാർ എല്ലാം അറിഞ്ഞു വന്നിരുന്നു. എല്ലാവരെയും ഒരു തരത്തിൽ ആശ്വസിപ്പിക്കാൻ ജയും ഡെവിയും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഒത്തുചേരലായിരുന്നു ആ നിമിഷം ഉണ്ടായത്. ഐസിയുന് മുന്നിൽ അധികം ആളുകളെ നിർത്താത്തത് കൊണ്ട് വന്നവർ കണ്ടു കഴിഞ്ഞ് തിരികെ മടങ്ങിയിരുന്നു. അവൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉള്ളതിനാലും അത് മാത്രമല്ല ഐസിയുന് മുന്നിലായി ആരെ നിർത്തില്ലായിരുന്നു. ബൈസ്റ്റാൻഡറായി അഗ്നിക്ക് യദുവിന് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. രണ്ടുപേര് ശരിക്കും നിർത്തില്ലായിരുന്നു. പിന്നെ അഗ്നിയുടെ നിർദ്ദേശപ്രകാരം നിർത്തേണ്ടി വന്നു. ഡെവിയും ദത്തനും പിന്നെ രാജനും വേറെ റൂം എടുത്തിരുന്നു. അവരെ പറ്റാവുന്ന രീതിയിൽ സമാധാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജയ് ഡെവി ഒന്ന് നോക്കി പുറത്തേക്ക് വരാൻ കണ്ണു കാണിച്ചു. അത് മനസ്സിലായെന്നപ്പോൾ യദു ഞാൻ ദേ ഇപ്പൊ വരാവേ യദുവിനോട് പറഞ്ഞുകൊണ്ട് ജയുടെ അടുത്തേക്ക് നടന്നു. രവി ഒരത്യാവശ്യമുണ്ട്, നമുക്ക് കുറച്ച് മാറി നിൽക്കാം പറഞ്ഞുകൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു. ഇരുവരും ക്യാൻറ്റീനിലേക്കാണ് പോയത്. രാത്രിയുടെ നിശബ്ദത അവിടെ മാകെ പടർന്നിരുന്നു. സാധാരണ ആളുകൾക്ക് പ്രവേശനമില്ലാത്ത VIP ഗസ്റ്റുകൾക്ക് മാത്രം ഒരുക്കിയ ഒരു പ്രൈവറ്റ് ഏരിയ ആയിരുന്നു അത്. ചുറ്റും നിശബ്ദത പരന്നു. അവർ മുന്നിൽ കണ്ട ചെയറിലേക്ക് ഇരുപ്പുറപ്പിച്ചു. കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ പോയി. അവർ ഒന്നും പറഞ്ഞിരുന്നില്ല. ജയ്, അടുത്ത നിന്റെ പ്ലാൻ എന്താണ്? അഗ്നിയുമായ ഒരു കൂടിക്കാഴ്ച. 7 വർഷമായില്ലേ ഇങ്ങനെ അകന്നു നടക്കുന്നു. ഇതിനൊരു അവസാനം വേണ്ടേ? ജയ് തന്റെ പ്ലാൻ പറയാൻ തുടങ്ങിയതും ഫോൺ ബെല്ലടിച്ചതും ഒരുമിച്ചായിരുന്നു. സ്ക്രീനിലേക്ക് നോക്കവേ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഭദ്ര കോളിംഗ്. ഹലോ, ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ വിളിക്കാം പറഞ്ഞുകൊണ്ട് അവൻ കോൾ അവസാനിപ്പിച്ചിരുന്നു. അവന്റെ ആ മറുപടി കേൾക്കവേ അവളുടെ കവിൾ പരിഭവത്താൽ വീർത്തുപോയി. അവൾ പിന്നെയും വിളിച്ചു നോക്കി. അവൻ ബിസിയാക്കി വിട്ടു. ഇന്ന് തന്നെ ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ പോയതാ. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും വന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാനല്ലേ അങ്ങോട്ട് വിളിച്ചേ. എന്നിട്ട് പറയാ പിന്നെ വിളിക്കാന്ന്. നാളെ അമ്മ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും ആദ്യം എല്ലാരും പോകും. ഇനി തറവാട്ടി പോകുമ്പോൾ മാത്രമാണ് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുക. ഭദ്രേ, കുഞ്ഞ, പൊന്ന എന്നൊക്കെ വിളിച്ചോണ്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. പരിഭവം നിറഞ്ഞ മുഖവുമായി അവൾ കട്ടിലേക്ക് വന്ന് കിടന്നിരുന്നു. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും അവന്റെ കുറുമ്പ് നിറഞ്ഞ മുഖം അവളെ തെളിഞ്ഞു നിന്നിരുന്നു. ദുഷ്ടൻ ഉറങ്ങാനും സമ്മതിക്കില്ല. തലവഴി പുതപ്പ് വിട്ട് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ജയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പരിഭവത്താൽ ചുവക്കുന്ന അവളുടെ കവിളുകൾ അവന്റെ മനസ്സ് തെളിഞ്ഞു വന്നു. കാന്താരി. അവന്റെ ഹൃദയം മന്ത്രിച്ചു പോയി. ഡാ, മതി സ്വപ്നം കണ്ടത്, കുറെ നേരമായി. ഡെവി തട്ടി വിളിക്കുമ്പോഴാണ് ജയ് അവളുടെ ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. അവൻ ഡെവിയെ നോക്കി ഒരു വളിച്ചു ചിരിയങ്ങ് പാസാക്കി. ഉവ്വേ ഡെവി കളിയാക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. ഡെവി. പെട്ടെന്നായിരുന്നു ജയുടെ മുഖം ഗൗരവത്താൽ നിറഞ്ഞു നിന്നത്. ഡെവി അവന്റെ പെട്ടെന്ന് മിന്നിമാർന്ന മുഖത്തെ ഭാവത്തിലേക്ക് ഒന്ന് നോക്കി. പറഞ്ഞു ജയ്, എന്താണ് ഇനി അടുത്തത്? ശ്രീജിത്തും അവന്റെ ഫ്രണ്ട്സും മാത്രമാണ് ഇതിലെ പ്രതികളെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജയ് ഒരു സംശയത്തോടെ ചോദിച്ചു. ഡെവി ആ ചോദ്യത്തിൽ നെറ്റി ചൊളിച്ച് അവനെ നോക്കി, മനസ്സിലാകാത്ത പോലെ. ഡാ, അതായത് ഇവന്മാർ 3 പേരും വിചാരിച്ചാൽ മാത്രം ഒന്നും നടക്കില്ല. അത് ആരുമോളുടെ കാര്യം മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇവന്മാരുടെ ഈ ഇല്ലീഗൽ ബിസിനസ് നയിക്കുന്നത് ഇവന്മാരല്ല. ഇവന്മാർ ശരിക്കും ഇതിലെ ചെറിയ സ്രാവുകൾ മാത്രമാണ്. ഇതിലെ വമ്പൻ സ്രാവ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതാരാണെന്നാ എനിക്ക് കിട്ടാത്ത ഒരു ചോദ്യത്തിന് ഉത്തരം തന്നെ. ജയ് നെറ്റി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഇപ്പോഴും ഇവന്മാരെ പൊക്കാതിരിക്കുന്നതിനുള്ള കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല ജയ്. ശ്രീഭദ്ര. അവൻ ആലോചിക്കേണ്ടി വന്നില്ല അതിനുത്തരം നൽകാൻ. നീ ഇതെന്തൊക്കെയാടാ പറയുന്നേ? ശ്രീകൊച്ചിതിൽ ഡെവിൽ നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പൊ വ്യക്തമായിരിക്കുന്നു. അതേടാ ഭദ്ര, ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം തന്നെ അവളായിരുന്നു. ആ പന്ന മക്കൾ ആർക്കോ പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്റെ പെണ്ണിനെ. ജയയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ആ നിമിഷം അവന്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിരുന്നു. ജയ്, എന്നാ പിന്നെ നീ എന്തിനി കാത്തിരിക്കണം? നമുക്ക് അവന്മാരെ പൊക്കിയാ പോരെ? അവന്മാരിൽ നിന്ന് അറിയാൻ കഴിയില്ലേ? രവിയുടെ ചോദ്യം ന്യായമായിരുന്നു.
പക്ഷെ അവന് മനസ്സിലാകുമായിരുന്നു മുന്നിൽ ഇരിക്കുന്നവനെ. അവൻ എന്തോ ലക്ഷ്യം കാണാനുണ്ട്, അല്ലെങ്കിൽ ഇവന്മാരെ പോലുള്ള ചെറിയ സ്രാവിനെ പിടിക്കാൻ ഇവരധികം താമസം വരില്ല. നിനക്ക് എന്താ തോന്നുന്ന ഡെവി? അവന്മാരെ പൊക്കാൻ എനിക്ക് സെക്കൻഡുകൾ മാത്രം മതി, പക്ഷെ അവന്മാരെ കിട്ടിയാൽ സത്യം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത്രയും മണ്ടന്മാരല്ല അവർ. എന്റെ പെണ്ണിനെ പോലും ഞാൻ ഈ ലോകത്തിന് പരിചയപ്പെടുത്താതിരിക്കുന്നത് എന്തുകൊണ്ടാടാ? അവൾ ഇതിൽ അറിയാതെ പെട്ടുപോയത് കൊണ്ടല്ലേ? അവളെ വെച്ച് എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ലടാ. തൽക്കാലം ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അവർ അറിയരുത്. പക്ഷെ ഹരി, ഡെവിയിൽ സംശയം നിഴലിച്ചു. അവൻ പറയില്ല, കാരണം എവിടൊക്കെയോ അവന്റെ മനസ്സിൽ അവന്റെ കുഞ്ഞിപ്പെങ്ങളുണ്ട്. മറ്റാർക്കുമില്ലാത്ത സ്നേഹം അവനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഭദ്രയുടെ വീട്ടുകാരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു വരികയാണ്. അവളുടെ അമ്മയുടെ മരണം അത് അവളുടെ പ്രസവത്തോടെയാണോ എന്നെനിക്ക് മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ അങ്ങോട്ടൊരു പോക്ക് പോകുന്നുണ്ട്. ആരെയും വെറുതെ വിട്ട് ശീലം എനിക്കില്ലെന്ന് നിനക്കറിയാലോ ഡെവി. മറഞ്ഞു നിൽക്കുന്ന യഥാർത്ഥ വില്ലനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. എങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. അത് പറയുമ്പോൾ ജയുടെ വാക്കുകൾ പതിഞ്ഞു പോയിരുന്നു. എന്താണത്? ഡെവിയിൽ ആകാംക്ഷ മുട്ടിട്ടു. ഭദ്ര. ഉറച്ചതായിരുന്നു അവന്റെ വാക്കുകൾ. നടക്കില്ല ജയ്. ഡെവി ദേഷ്യത്തോട് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. നീ തന്നെയാണോ ജയ് ഈ പറയുന്നത്? അപ്പോ ഇത്രയേ ഉള്ളൂ നിനക്ക് അവളോടുള്ള സ്നേഹം? പക്ഷെ എനിക്ക് അങ്ങനെ പറ്റത്തില്ലടാ. എനിക്ക് എന്റെ പെങ്ങളെ വെച്ച് റിസ്ക് എടുക്കാൻ പറ്റില്ല. കിതച്ചുകൊണ്ടായിരുന്നു അവന്റെ വാക്കുകൾ. അതിൽ നിറഞ്ഞു നിന്നത് അവളോടുള്ള സ്നേഹമായിരുന്നു, കരുതൽ കൂടിയായിരുന്നു. അവന്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു. അവന്റെ വാക്കുകൾ കേൾക്കെ ജയ്ക്ക് ദേഷ്യമാണ് വന്നത്. അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഡെവിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എന്റെ പെണ്ണിന് ഞാൻ ഇട്ടുകൊടുക്കും എന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിനക്ക് അവൾ പെങ്ങളാണെങ്കിൽ അവൾ എനിക്കാരാടാ? എന്റെ പ്രാണനാണ്, എന്റെ പ്രണയമാണ്, എന്റെ എല്ലാമാണ് അവൾ. നിനക്കത് അറിയാവുന്നതല്ലേ? എന്നിട്ടും എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലടാ. അയാളെ വെളിച്ചത്ത് കൊണ്ടുവരാതെ എനിക്ക് അയാളിലേക്ക് എത്താൻ കഴിയില്ലടാ. നീ ഒന്ന് മനസ്സിലാക്ക്. എന്റെ ജീവൻ പോയാലും അവൾക്കൊരു പോറൽ വരാതെ ഞാൻ നോക്കിയിരിക്കും. ഈ യുദ്ധത്തിൽ എന്ത് സംഭവിക്കാം? ബാക്കി പറയാതെ ജയ് ഒന്ന് നിർത്തി ഡെവിയെ നോക്കി. ഡെവി അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് ഞാനും ഉണ്ടാകും നിന്റെ കൂടെ. ഉറച്ചതായിരുന്നു അവന്റെ സ്വരം. ജയുടെ പ്ലാൻ അങ്ങനെ ഡെവിയോട് പറഞ്ഞു. എല്ലാം കേൾക്കെ അവൻ അത് ശരിവെച്ചു. എങ്കിലും ഉള്ളിൽ തന്റെ കുഞ്ഞിപ്പെങ്ങളെ ഓർത്ത് ആശങ്ക നിറഞ്ഞിരുന്നു. ഡാ, പക്ഷെ മോൾക്കൊന്നും അറിയില്ലല്ലോ. ഒരേട്ടന്റെ ആവലാതിയായിരുന്നു ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത്. അറിയരുത്. അവൾ അറിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് പോകില്ല കാര്യങ്ങൾ. എങ്കിൽ മാത്രം ഈ യുദ്ധം വിജയം കൈവരിക്കാൻ കഴിയൂ. ജയ് വീണ്ടും തുടർന്നു. അതിന് അഗ്നി നമ്മുടെ കൂടെ ഉണ്ടായേ തീരൂ. ഇത് നമ്മുടെ മാത്രം പ്രതികാരമല്ല, അവന്റെ കൂടിയാണ്. അഗ്നി ഇന്ന് വരാനുള്ള സാധ്യത കുറവാണ് ജയ്. അവൻ ഓഫീസിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ജിത്തിന്റെ മുഖം അവന് മുന്നിൽ ഇന്ന് വ്യക്തമായി. അവനാകെ തകർന്നിരിക്കുകയാണെന്ന അലക്സി പറഞ്ഞത്. ഓഫീസിൽ ഇന്നാകെ ബഹളമായിരുന്നു എന്നവൻ പറഞ്ഞു. അലക്സി ഡെവിയുടെ കസിനാണ്. ജയ് ഒന്ന് അമർത്തി മൂളി. ഡെവി, ഞാൻ ഇനി ഇവിടെ നിന്നാ അത് ശരിയാകില്ല. നിനക്കറിയാലോ, ഈ പെണ്ണ് വാശി പിടിച്ച പിന്നെ അത് നടത്തിയിട്ടേ അടങ്ങൂ. നാളെ എല്ലാവരും നാട്ടിൽ പോകുന്നതുകൊണ്ട് ഇന്ന് കാര്യമായി എന്തൊക്കെയോ തയ്യാറാക്കിയിരിക്കുകയായിരുന്നു. നിന്നെ വിളിച്ചതാണ്. ഈ തിരക്കിൽ ഞാൻ മറന്നു പോയതാടാ. ഇനി ചെല്ലുമ്പോൾ അവൾ ബാക്കി വെക്കില്ല. ജയ് നെടുവേർപ്പോടെ പറഞ്ഞു നിർത്തിയപ്പോൾ ഡെവിൽ നിന്നൊരു പൊട്ടിച്ചിരി ഉയർന്നു. എന്താടാ നാറി? ജയ് കലിപ്പോടെ ചോദിക്കുമ്പോഴും ഡെവിൽ ചിരി മാത്രമായിരുന്നു. പണ്ടത്തെ നിന്നെയും ഇപ്പോഴത്തെ നിന്നെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയതാ. അത് ആലോചിക്കുമ്പോൾ ചിരിക്കാത്തവനും ചിരിക്കില്ലേ? ഒരു പെണ്ണ് കെട്ടിയാൽ ഏത് അസുരന് ദേവനായി മാറും? ഓ, ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണ്ട. ജയിൽ അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷെ അവൾക്ക് വേണ്ടി മാറാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്ക് തന്നെ അറിയാലോ, ഞാനും അഗ്നിയും. ഞങ്ങളിൽ ആരെന്ന ചോദ്യത്തിന് നിനക്ക് എന്താണ് ഉത്തരം? ജയ് ചോദിക്കുമ്പോൾ എന്റെ പൊന്നു ബ്രോ, നീ തന്നെ. ഒരു കാര്യം എനിക്കറിയാം, അഗ്നിയേക്കാൾ നീ ഒരുപാട് അപകടകാരിയാണ്. രണ്ട് ചെകുത്താലിലും അകപ്പെട്ട ഈ കുഞ്ഞാടിനെ കാത്തോളണമേ എന്റെ കർത്താവേ. എങ്കിൽ പിന്നെ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണ്ട. നിൽക്കാൻ ആര് പറഞ്ഞു? ജയിൽ പുച്ഛം. ഹോ, ഇപ്പം നിങ്ങൾ രണ്ടും ഒന്നായി. കൊള്ളാം. എന്നാലും നിന്റെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അളിയ. നീ എന്റെ ഒരേ ഒരു അളിയനായി പോയില്ലേ? ഡെവിയുടെ വാക്കുകൾ കേൾക്കെ ഹോ ആയിക്കോട്ടെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. നീ ഇവിടെ തന്നെ കാണണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരിയടാ. അവൻ ഒന്നുകൂടി ഇറുക്കപ്പുണർന്നുകൊണ്ട് ജയ് വീട്ടിലേക്ക് തിരിച്ചു. കാറിൽ ഇരിക്കുമ്പോഴും അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. തന്റെ പെണ്ണിനെ സേഫ് ആക്കിയേ തീരൂ. പക്ഷെ അയാൾ പുറകെ വരണമെങ്കിൽ ഭദ്രേ. അതോർക്കവേ അവനിൽ വേദന നിറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ ചികിത്സ ആരംഭിക്കണം. അതിലൂടെ അവളുടെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ പറ്റൂ.
ചിലപ്പോൾ അവൾക്ക് അറിയാൻ കഴിയും അന്ന് രാത്രി എന്റെ വണ്ടിക്ക് മുന്നിൽ വീണതിന് മുൻപും ആ ആക്സിഡന്റ് പിന്നിലും നടന്ന കാര്യങ്ങൾ എന്താണെന്ന്. ചിലപ്പോൾ അന്ന് അവൾ അയാളെ കണ്ടു കാണാൻ വഴിയുണ്ട്. എന്റെ ഒരു കണക്ക് കൂട്ടലിൽ ആ ആക്സിഡന്റിന് ശേഷമല്ല അവൾക്ക് ഓർമ്മ നഷ്ടമായത്, അത് കഴിഞ്ഞാണ്. എന്റെ വണ്ടിക്ക് മുന്നിൽ വീണതിന് മുമ്പായിക്കൂടെ?